പലരുടെയും കഴുത്തിന് പുറകിൽ വരുന്നൊരു കറുത്ത പാട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇപ്പം നമ്മൾ തന്നെ പോകുമ്പോഴൊക്കെ പലരുടെ ബാക്കിൽ കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾക്കുണ്ട്. അപ്പോൾ എന്നോട് അവർ ചോദിക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അത് എന്തുകൊണ്ടായിരിക്കും ഒരു മനുഷ്യനിങ്ങനെ ബാക്കിൽ പ്രത്യേകിച്ച് കഴുത്തിൻ്റെ പിൻഭാഗങ്ങളിൽ കറുപ്പ് വരാനുള്ള സാധ്യത? പല റീസണും കൊണ്ടാണ് ഈ കഴുത്തിന് പുറകിലുള്ള ഈ കറുത്ത പാടുകൾ വരുന്നത്. മെയിനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ കണ്ടന്റ് കൂടുക എന്നുള്ളൊരു കണ്ടീഷൻ പല ഇഷ്യൂസ് നമുക്കുണ്ടാകും. ഒന്ന് ഫാറ്റി ലിവർ ഉണ്ടാകാം, PCOD ഉണ്ടാകാം, തൈറോയിഡ് ഉണ്ടാകാം, ഈ പറഞ്ഞ ഓവർ വെയ്റ്റ് ഉണ്ടാകാം. ഈ പറഞ്ഞ കണ്ടീഷൻസിലെല്ലാം നമുക്ക് ഈ പറഞ്ഞ കഴുത്തിൻ്റെ പുറകിലുള്ള കറുത്ത പാട് വിസിബിൾ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ നോക്കും, വീണ്ടും അവർക്ക് വേറെ എന്തെങ്കിലും കുറച്ച് സിംറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പീരിയഡ്സ് അബ്നോർമൽ ആവുക, വെയിറ്റ് ഗെയിൻ ചെയ്യുക, മൂഡ് സ്വിങ്സ് ഓവറായിട്ട് വരിക എന്നുള്ളതാണെങ്കിൽ PCOD ആയിരിക്കും. അങ്ങനെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ, ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് ഉണ്ടോ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, സ്കാൻ ചെയ്യും. അപ്പോൾ ഈ കഴുത്തിൻ്റെ പുറകിലെ കറുത്ത പാട് എന്നുള്ളത് ശരീരം നിങ്ങൾക്കൊരു അലാറം തരുന്നതാണ്. യു ഹാവ് ടു ടേക്ക് കെയർ, സംവെയർ ഇറ്റ് ഈസ് റോങ് എന്നുള്ളത് അതൊരു നല്ല സിമ്പിളാണ്. ആക്ച്വലി നല്ല സിമ്പിൾ എന്ന സെൻസ് ശരീരം നമുക്ക് തരുന്ന ഏറ്റവും നല്ല സിമ്പിളുകളിലൊന്നാണ് യു ഹാവ് ടു ടേക്ക് കെയർ, സംവെയർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് റോങ് യുവർ ബോഡി എന്നുള്ളത്. അപ്പോൾ അതിന് റീസൺസ് പലതാകാം. പ്രധാനപ്പെട്ടത് ഈ ഫാറ്റി ലിവർ, തൈറോയിഡ്, PCOD, ഓവർ വെയ്റ്റ്, ഈ പറഞ്ഞ ഇഷ്യൂസാണ്. അപ്പോൾ ഏതാണ് എന്നുള്ളത് ബാക്കി നിങ്ങളുടെ സിംറ്റംസും കൂടെ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ആ ഇഷ്യൂ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. നോർമലി ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് കഴുത്തിൻ്റെ പുറകിലേക്ക് കറുത്ത പാട് കാണുന്നത്.